ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നൊരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നിറപുത്തരിയാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വ്ലോഗ് ഇട്ടപ്പോൾ പറഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോക്ക് മുടങ്ങിയതല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നിറപുത്തരിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് മഴയായാലും വേണ്ടില്ല, രണ്ടും കൽപ്പിച്ച് പോന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ മഴയത്ത് അമ്പലത്തിൽ തൊഴാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു സുഖമുള്ളൊരു സംഭവമാണ് മഴ നനഞ്ഞ് ഭഗവാനെ തൊഴുക എന്നുള്ളത്. പക്ഷേ ഞാനത് കഴിഞ്ഞ ദിവസം തിരസ്കരിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പല്ലിന് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അപകടം വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അമ്പലത്തിൽ വന്നു. മഴയത്താണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ വരാനായിട്ട്. അങ്ങനെ എന്തായാലും അമ്പലത്തിൽ വന്ന് തൊഴുതു. പിന്നെ അമ്പലം എന്നുള്ളത് നമുക്ക് എന്നും ഒരു വൈബാണല്ലോ അല്ലേ. നമ്മൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഭഗവാന്റെ അടുത്താണ്, എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ പരാതിയും പരിഭവവും ഒക്കെ പറയുക. അവിടെ പറഞ്ഞ് മുഖത്ത് നോക്കിയൊരു ചിരി ചിരിക്കുമ്പോൾ എനിക്ക് തോന്നും, അതെനിക്ക് തോന്നുന്നൊരു തോന്നലാണ് കേട്ടോ. കണ്ണൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും കേട്ടു എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നൊരു തോന്നലാണത്. ആയിക്കോട്ടെ, നമ്മളെ വിശ്വാസങ്ങളാണല്ലോ ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ള എനിക്ക് അമ്പലം അമ്പലനട എന്നൊക്കെ പറയുന്നത് ഭയങ്കര എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനും നല്ല വിശ്വാസിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോവാറുണ്ട് കേട്ടോ. അമ്പലത്തിൽ വന്ന് തൊഴുമ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മറക്കാനായിട്ടും ആശ്വാസപ്പെടാനായിട്ടൊക്കെ കഴിയാറുണ്ട്. പിന്നെ ഈ അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായതുകൊണ്ട് അത് അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോഴും എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഒരു അമ്പലത്തിലാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മുഴക്കാട്ടിരി എൻ്റെ വീടിൻ്റെ അടുത്താണ്. പിന്നെ ഇക്കൂരുകാവ് അയ്യപ്പ ക്ഷേത്രം, അതിലാണ് എൻ്റെ അച്ഛൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ അമ്പലത്തേക്ക് പോകാൻ തന്നെ 2 അടി ഒരു പാടവരമ്പ് മാത്രം മതി, അവിടേക്ക് എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വളർന്ന ഒരാൾക്കാർക്ക് അമ്പലം എന്നൊക്കെ പറയുന്നത് പ്രത്യേക ഒരു ആശ്വാസവും നമ്മളൊരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ നിറപുത്തരി ആയതുകൊണ്ട് നെല്ലും നെൽക്കതിരും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല ഐശ്വര്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ നമ്മളൊരു വിശ്വാസം. അപ്പോൾ വീട്ടിൽ വന്നു. പിന്നെ ഒരു പാൽപ്പായസം കൂടി ആയപ്പോൾ അന്നത്തെ ദിവസം ശുഭം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം.